നമുക്കറിയാം, ഒരു വിശ്വാസിയും യഥാർത്ഥത്തിൽ ലോകത്തെവിടെയും വർഗീയവാദിയല്ല. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ തെറ്റായ നിലപാടുകൾക്കെതിരായി പൊരുതി മുന്നേറാൻ നമുക്ക് സാധിക്കൂ. മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും വിവിധ വർണ്ണ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്ന ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും യോജിപ്പിനു വേണ്ടി, എല്ലാവരുടെയും ഐക്യത്തിനു വേണ്ടി, മത സൗഹാർദ്ദം നിലനിർത്തുന്നതിനു വേണ്ടി, മതനിരപേക്ഷതയ്ക്കു വേണ്ടി, ജനാധിപത്യത്തിനു വേണ്ടിയെല്ലാം സമാധാനത്തിന്റെയും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും എല്ലാ മുദ്രാവാക്യങ്ങളും എല്ലാം പരസ്പര പൂരകമായി നിൽക്കുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേവലമായ ഒരു പരിപാടി മാത്രമല്ല, മനുഷ്യ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരാശയം. നമുക്കറിയാം, ഒരു വിശ്വാസിയും യഥാർത്ഥത്തിൽ ലോകത്തെവിടെയും വർഗീയവാദിയല്ല. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ തെറ്റായ നിലപാടുകൾക്കെതിരായി പൊരുതി മുന്നേറാൻ നമുക്ക് സാധിക്കൂ. ആ വ്യക്തമായ കാഴ്ചപ്പാടോടെ സമൂഹത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി മതസൌഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളെ ജനങ്ങളുടെ പൊതുബോധമാക്കി രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഇത്തരം സംയുക്തമായി നടക്കുന്ന വേദികൾ, പ്രവർത്തനങ്ങൾ വഴികാട്ടികളായി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ട്രിവാൻഡ്രം ഫെസ്റ്റും അതിന്റെ ഒപ്പം ചേർന്ന് 12 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇതിന്റെ എല്ലാ നേതാക്കളെയും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരോടെല്ലാമുള്ള സ്നേഹത്തോടുകൂടിയുള്ള ആശംസ എല്ലാവർക്കും വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.